പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മത സ്തോത്ര പഠനത്തിൽ നാം ഇന്നലെയും ഇന്നുമായി ചിന്തിക്കുന്നത് മഹാവീരനെ കുറിച്ചാണ്. മഹാവീരൻ എല്ലാം ഉപേക്ഷിച്ച് തപസ്സിനായിട്ടിറങ്ങി. അന്നുവരെ ആരും കേട്ടിട്ടില്ലാത്ത അത്ര കഠിന തപസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മുടി സ്വയം പറിച്ചു. ഹേ ഷോലുഞ്ച്, കെ ഷോലുഞ്ച് എന്നാണ് ഇതിന് ജൈനമതത്തിൽ പറയുന്നത്. ലുഞ്ചിത കേശ എന്ന് ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു. 12 വർഷക്കാലം ഈ തപശ്ചര്യ നീണ്ടു. ഇക്കാലം അത്രയും അദ്ദേഹം മിണ്ടിയില്ല. വസ്ത്രമില്ലാത്തതിനാൽ ശരീരം പ്രാണികളും മൃഗങ്ങളും കടിച്ചു പറിച്ചു നീരുവച്ചു വീർത്തു. അദ്ദേഹം അവയെ ചെറുത്തില്ല, മരുന്നുപയോഗിച്ചില്ല. ഭക്ഷണം വളരെ പരിമിതമായേ കഴിച്ചുള്ളൂ. പകൽ നടക്കുകയും രാത്രി ധ്യാനിക്കുകയും 2-3 മണിക്കൂർ മാത്രം ഉറങ്ങുകയും ചെയ്തു. ഒരിക്കലും കുളിക്കുകയോ ശുദ്ധമാവുകയോ ചെയ്തില്ല. നടക്കുമ്പോൾ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചാൽ പോകും. ഭക്ഷണം കയ്യിൽ വാങ്ങും. ഓരോ ഉരുളയും പരിശോധിക്കും. വല്ല ഉറുമ്പോ മുടിയോ കണ്ടാൽ അന്ന് ഉപവസിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ കാക്കയോ മൃഗങ്ങളോ ശബ്ദമുണ്ടാക്കിയാൽ ഭക്ഷണം കഴിക്കില്ല. അവയോടുള്ള സഹാനുഭൂതി മൂലം ആ ഭക്ഷണം അവറ്റകൾക്ക് നൽകും. എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജീവികളെ കണ്ടാൽ അദ്ദേഹം ദിവസങ്ങളോളം ഉപവസിക്കുമായിരുന്നു. ഇത്തരത്തിൽ 12 ദിവസത്തിൽ ഒരിക്കലേ ശരാശരി അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. 10 അടി മുന്നിൽ നോക്കി പ്രാണികളൊന്നും കാലടിയിൽ പെട്ടില്ലെന്നുറപ്പുവരുത്തി മാത്രമേ അദ്ദേഹം നടന്നിരുന്നുള്ളൂ. തണുപ്പിലും ചൂടിലും അദ്ദേഹം നഗ്നനായി തന്നെ കഴിഞ്ഞു. കരുവാളിച്ചു തുടങ്ങിയ തൻ്റെ ശരീരത്തെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചത് പോലുമില്ല. കിടക്കാൻ ഒന്നും വിരിച്ചില്ല. ഇന്ദ്രിയ സുഖങ്ങളെല്ലാം വിഷമായി കരുതി. ചിലരെല്ലാം ആദരിച്ചെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ കഴിയുന്നത്ര ദ്രോഹിച്ചു. ചിലർ കളിയാക്കി, ചിലർ ചീത്ത വിളിച്ചു, ചിലർ ആട്ടിയോടിച്ചു, ചിലർ കല്ലെറിഞ്ഞു. അദ്ദേഹം പ്രതികരിച്ചില്ല. ഒരിടത്ത് വെച്ച് നായ്ക്കളെ വിട്ട് അദ്ദേഹത്തെ കടിപ്പിച്ചു. എന്നാൽ അദ്ദേഹം എതിർത്തില്ല. അസ്ഥിക്ക് ഗ്രാമത്തിലെ ശൂലപാണി ക്ഷേത്രത്തിൽ ഒരു ഭൂതത്തെ ഭയന്ന് ആരും രാത്രി തങ്ങാറില്ലായിരുന്നു. എന്നാൽ ആ ക്ഷേത്രത്തിൽ മഹാവീരനെത്തി. ഭൂതം പലവിധത്തിൽ ഭയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഒന്നും ചെയ്യാനായില്ല. ഒരു പ്രാവശ്യം മഴക്കാലത്ത് കിളിർക്കുന്ന പുല്ലിനും ജനിക്കുന്ന ചെറുപ്രാണികൾക്കും ദ്രോഹമുണ്ടാകുമെന്ന് കരുതി അദ്ദേഹം മഴക്കാലത്ത് യാത്ര ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ 4 മാസം തങ്ങി. സംഗമഖ് എന്നൊരാൾ അദ്ദേഹത്തെ വല്ലാതെ ദ്രോഹിച്ചു. താൻ മഹാവീരന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് ചുറ്റിനുമുള്ളവരെ ദ്രോഹിച്ചു. കട്ടിട്ട് പിടിച്ചാൽ തന്നെ മഹാവീരനാണ് കാക്കാനയച്ചത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ആളുകൾ അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ സംഗമഖ് പൂച്ചയുടെയും കാക്കയുടെയും ദീനസ്വരം പുറപ്പെടുവിച്ച് അദ്ദേഹത്തിൻ്റെ ഭിക്ഷ മുടുക്കി. ഒടുവിൽ മഹാവീരൻ സഹനശക്തിയുടെയും പ്രതികാരമില്ലായ്മയുടെയും മുന്നിൽ അയാൾക്ക് അടിയറവ് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറേണ്ടി വന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ഒരു മഹാഗുരുവായിരുന്നു അദ്ദേഹം. പിന്നീട് ഈ തപസ്സിന്റെ ശക്തിയിൽ നിന്ന് കഠിനമായ തപസ്സിനൊടുവിൽ സാലവൃക്ഷ ചുവട്ടിൽ ധ്യാനസ്ഥനായിരിക്കുമ്പോൾ ദൈവിക ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചു. അന്ന് അദ്ദേഹത്തിന് 42 വയസ്സായിരുന്നു. അതോടെ അദ്ദേഹം തീർത്ഥങ്കരനായി തീർന്നു. അദ്ദേഹത്തിന് നിഴലുണ്ടായില്ല എന്ന് വിശേഷിപ്പിക്കുന്നു. നഖവും മുടിയും വളർത്തിയില്ല. അദ്ദേഹം സഞ്ചരിച്ചിടങ്ങളിലെല്ലാം തന്നെ സുഭിക്ഷതയും ശാന്തിയും വിളയാടി. അതോടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തും വളർന്നു വന്നു. വർദ്ധമാന മഹാവീരൻ അദ്ദേഹത്തിൻ്റെ കഠിനമായ ശരീരപീഡനയോടെയുള്ള തപസ്സിൽ നിന്ന് അദ്ദേഹം അതിദിവ്യങ്ങളായ ജ്ഞാനത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആഗമിച്ചു. അദ്ദേഹമാണ് ജൈനമതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവായി ഗണിക്കപ്പെടുന്നത്. ജൈനമതത്തെ സംബന്ധിച്ചും ബുദ്ധമതത്തെ സംബന്ധിച്ചും അത് രണ്ടും
മതത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ്. ഇപ്പം ബുദ്ധമതത്തോട് നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം, അവർ ശൂന്യവാദികളാണ്, നമ്മൾ ആധ്യാത്മികവാദികളാണ്. ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. സാമാന്യ ലോകത്ത് ആളുകൾ പറയാറുണ്ട് ബുദ്ധമതവും ജൈനമതവും മതങ്ങൾ തന്നെയാണ്, ഹിന്ദുമതം മറ്റൊന്നാണ് എന്ന്. രണ്ട് വീക്ഷണങ്ങളാണ്. ഹിന്ദുധർമ്മത്തിൻ്റെ വിശാലമായ വീക്ഷണത്തിൽ ലയിച്ചു ചേരുവാൻ ശേഷിയുള്ള, എന്നാൽ ഹിന്ദു ആചാരങ്ങളിൽ അതാത് കാലഘട്ടത്തിൽ കയറിക്കൂടിയ മൃഗബലിയും ദുരാചാരങ്ങളും അനാചാരങ്ങളും കണ്ട് ജനങ്ങൾ കൂട്ടത്തോടെ ബുദ്ധമതവും ജൈനമതവും ഒക്കെ സ്വീകരിച്ചിരുന്നു എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെ ജൈനമതത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ആത്മീയ ആചാര്യനായ വർദ്ധമാന മഹാവീരനെ നമ്മൾ ഏകാത്മതാ സ്തോത്രത്തിലൂടെ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.